ഈ ഒരു നില തുടർന്നാൽ എനിക്ക് യാതൊരു സംശയവുമില്ല, ഇത് തനിയെ നിന്നു പോകും. ഫ്യൂവൽ ഇല്ലാതെ, ടയർ ഇല്ലാതെ, സ്പെയർ പാർട്സ് ഇല്ലാതെ തനിയെ നിന്നു പോകും. KSRTCയെ കുറിച്ച് നിയമസഭയിൽ ഇങ്ങനെ പറഞ്ഞത് ഗതാഗത മന്ത്രി ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു. 2011 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് KSRTCയുടെ അവസ്ഥ അങ്ങനെയായിരുന്നു. 91 കോടി 5 ലക്ഷമായിരുന്നു അന്ന് പ്രതിമാസ നഷ്ടം. പ്രതിവർഷം ഇത് 1908 കോടി വരെ ഉയർന്നു. KSRTCയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നഷ്ടമുണ്ടായ കാലമായിരുന്നു അത്. ഇതിനെ തുടർന്ന് ദിവസേന ആയിരക്കണക്കിന് സർവീസുകളാണ് മുടങ്ങിയിരുന്നത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 10,000 കോടി രൂപയാണ് KSRTCക്ക് സർക്കാർ സഹായമായി നൽകിയത്. കൂടാതെ വരുമാനം വർദ്ധിപ്പിക്കാൻ ഗതാഗത വകുപ്പ് നിരവധി നടപടികൾ സ്വീകരിച്ചു. ടിക്കറ്റേതര വരുമാനം വർദ്ധിപ്പിക്കാൻ പദ്ധതികൾ ഒരുങ്ങി. ഇപ്പോൾ KSRTCയുടെ വലിയ സാന്നിധ്യം കേരളത്തിലുണ്ട്. കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനായി KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ച മറ്റൊരു സംസ്ഥാനമുണ്ട്, കർണാടകത്തിൽ. കോൺഗ്രസ് പ്രഖ്യാപിച്ച പല ഗ്യാരണ്ടികളിലും വിശ്വാസമർപ്പിച്ച് ജനങ്ങൾ കോൺഗ്രസിനെ അവിടെ അധികാരത്തിലെത്തിച്ചു. പിന്നെ കർണാടകത്തിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കിയതോടെ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് സർക്കാർ കുടുങ്ങി. ഇതിനെ അതിജീവിക്കാൻ പിന്നെ അവർ ചെയ്തത് ആരെയും ചിരിപ്പിക്കുന്ന നടപടികളായിരുന്നു. മുഴുവൻ സ്ത്രീകൾക്കും പ്രഖ്യാപിച്ച സൗജന്യ യാത്ര ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് മാത്രമായി ചുരുക്കി. മാത്രമല്ല, പുരുഷന്മാരുടെ ടിക്കറ്റ് നിരക്ക് ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഒട്ടേറെ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് LDF സർക്കാർ KSRTCയെ ലാഭത്തിലാക്കിയത്. 2025 ഓഗസ്റ്റ് 8 KSRTCയുടെ ടിക്കറ്റ് വരുമാനം 10 കോടി 19 ലക്ഷം രൂപയായിരുന്നു. ഇത് സർവകാല റെക്കോർഡാണ്. നിലവിൽ ഒരു ബസ്സിൽ നിന്നും പ്രതിദിനം ലഭിക്കുന്നത് 17,000 രൂപയാണ്. സാങ്കേതിക വിദ്യ കാര്യക്ഷമമായി നടപ്പാക്കി. ചലോ ആപ്പ്, ട്രാവൽ കാർഡ്, വിദ്യാർത്ഥികൾക്കായി ഓൺലൈൻ കൺസെഷൻ തുടങ്ങിയവ അവതരിപ്പിച്ചു. 2024 ഓഗസ്റ്റ് മുതൽ KSRTC ജീവനക്കാർക്ക് കൃത്യമായ ശമ്പളവും പെൻഷനും നൽകുന്നുണ്ട്. ഇങ്ങനെ UDF ഭരണകാലത്ത് നഷ്ടത്തിലായിരുന്ന KSRTC പിന്നീട് വന്ന LDF സർക്കാർ ലാഭത്തിലാക്കി. അപ്പോഴാണ് UDFന്റെ പുതിയ സൗജന്യ യാത്രാ പ്രഖ്യാപനം. ഇത്തരം ഗ്യാരണ്ടികൾ KSRTCയെ കട്ടപ്പുറത്താക്കുമെന്നതിൽ തർക്കമില്ല.